യുഗങ്ങൾ, മന്വന്തരങ്ങൾ, കൽപ്പം. ഭാഗം 4. ഏഴാമത് മന്വന്തരത്തിലെ 4-ാമത് ചതുർയുഗത്തിൽ സംഭവിച്ച തെറ്റിൽ നിന്ന് വന്നുപെട്ട അറിവ് എന്ന് പറയാൻ ഒന്നുമില്ലാതിരിക്കുന്ന ജീവഗതിക്ക് ത്രിമൂർത്തികളിലൂടെ താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ 4 ചതുർയുഗങ്ങൾ എടുത്തു എന്നത് തന്നെ പ്രപഞ്ചവും ജീവപ്രവർത്തനങ്ങളും സങ്കല്പം മുഖാന്തരം മനുഷ്യന്റെ വർഷക്കണക്ക് വെച്ച് നോക്കുമ്പോൾ എത്ര സാവധാനത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇത് പ്രകാരം സൂര്യൻ ഉത്ഭവിച്ചത് മുതൽ ജീവനിർമ്മാണത്തിന് എടുത്തിരിക്കാവുന്നതായ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള അനേക കോടി വർഷങ്ങളുടെ പരിവർത്തനങ്ങളുടെ ഫലം എന്ന നിലയിൽ ജീവന്റെ സങ്കീർണതയും അതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളും എത്രമാത്രം ഉജ്ജ്വലവും വിശാലവും ആകുന്നുവെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ. സ്വയം പ്രവർത്തനാവസ്ഥയും സ്വയം ചിന്തനാവസ്ഥയും സ്വയമായി അധികാരവും എന്ന നിലയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നതും കാലമെത്തുമ്പോൾ കാരണശേഷിയായി തീരേണ്ടതുമായ ജീവന് പറ്റുന്ന തെറ്റിൻ്റെ വലുപ്പത്തിനനുസരിച്ച് തിരുത്തലിനും പുനർനിർമ്മാണത്തിനും ഏറിയോ കുറഞ്ഞോ സമയമെടുക്കുന്നത് സ്വാഭാവികം മാത്രം. അതുകൊണ്ട് തന്നെ 4-ാമത്തെ ചതുർയുഗത്തിൽ സംഭവിച്ച തെറ്റിൻ്റെ തിരുത്തൽ എന്നതിനു വേണ്ടി താൽക്കാലിക പ്രതിവിധി എന്ന നിലയിലെങ്കിലും ഒരു സംവിധാനമുണ്ടാക്കാൻ 7-ാമത് ചതുർയുഗം വരെയുള്ള 4 യുഗങ്ങൾ വേണ്ടി വന്നുവെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. ജീവപ്രവർത്തനം പൂർത്തീകരിക്കുന്നത് ഭൂമിയിലെ ജീവിതത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അതിദീർഘം എന്ന് പറയാവുന്ന 14 മന്വന്തരങ്ങളുടേതായ 400 കോടിയിലേറെ വർഷങ്ങൾ കൊണ്ടാവുമ്പോൾ വലിയ ഒരു തെറ്റ് പറ്റിയാൽ തിരുത്താനുള്ള കാലദൈർഘ്യവും വിഷമവും എന്നത് വളരെ വലുതായിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ 4-ാമത്തെ ചതുർയുഗം മുതൽ നാം ജീവിക്കുന്ന ഈ കാലം വരെയുള്ള 24 ചതുർയുഗങ്ങളുടെ ദൈർഘ്യം കൊണ്ടും പൂർണ്ണമായി തിരുത്താനാവാത്ത വിധത്തിൽ മനുഷ്യരാശി ജീവനെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും വേണ്ടവണ്ണം അറിവില്ലാത്തവരായിരിക്കുകയും തെറ്റുകളിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കടന്നുപോയ 24 ചതുർയുഗങ്ങൾക്കിടയിൽ നടന്ന ശേഷിക്കൊത്തവണ്ണമുള്ള തിരുത്തൽ പ്രവർത്തനങ്ങളാണ് മഹാത്മാക്കൾ ഓരോരുത്തരിലൂടെയായി ലഭിച്ചിട്ടുള്ള വിവരണങ്ങളും പ്രബോധനങ്ങളും നവീകരണങ്ങളും എന്നതായി വിചാരിക്കേണ്ടി വരുന്നു. സത്യത്രാനന് സംഭവിച്ച പിഴവിനെ തുടർന്ന് സംഭവിച്ചു നിൽക്കുന്ന ഒരു അറിവുകേടിനെക്കുറിച്ചും മനുഷ്യന് സംഭവിക്കുന്ന വിചാരപരവും സാംസ്കാരികവുമായ അധപ്പതനത്തെക്കുറിച്ചും ബോധ്യമുണ്ടാവുക എന്നതിനർത്ഥം നിലവിലുള്ളതിനെല്ലാം അനിവാര്യമായും പരിവർത്തനം സംഭവിച്ച് യുക്തിഭദ്രവും ശാസ്ത്രീയവും താത്വികവുമായ വ്യക്തതയോടെ ബോധ്യപ്പെടാൻ കഴിയുന്ന പുതിയ അറിവും സംസ്കാരവും ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്നുമാണ്. ഇപ്രകാരം അറിവിൻ്റെ മഹത്വത്തോടെ പ്രവർത്തിച്ച് ജീവശേഷികൾക്ക് സൂക്ഷ്മതരമായ പരിവർത്തനം സംഭവിക്കുന്നതിന് സാധ്യമായിരിക്കുന്ന ഈ കാലം ഭൂമിയിലെ ജീവചരിത്രത്തിലെ ആധ്യാത്മിക മുന്നേറ്റത്തിൻ്റെ സുപ്രധാന ഘട്ടമായി വരാവുന്ന വിധത്തിലുമാണ്. ആരംഭം മുതൽ തന്നെ സൃഷ്ടി ഗുണദോഷ സമ്മിശ്രമാണ്. സൃഷ്ടിയാകുന്ന ജീവശേഷിയുടെ അറിവ് പ്രകാശത്താൽ സംജാതമായി പ്രവർത്തിച്ചു നിൽക്കുന്നുവെങ്കിൽ തന്നെ അന്ധകാരം എന്ന വിരുദ്ധ വിശേഷം ലയിച്ചു നിൽക്കുന്നതും ആണ്. സകലതും അടിസ്ഥാനപരമായി നിക്ഷിപ്തമായിരിക്കുന്ന അന്ധകാരം എന്ന വിരുദ്ധ ഊർജത്തിൽ കാരണജീവൻ പ്രവർത്തിച്ച് ആദിയിൽ പ്രവർത്തനോർജവും തുടർന്ന് പ്രപഞ്ചരൂപവും പിന്നെ ഭൂമിയിൽ ജീവനും ഉണ്ടാവുകയും ചെയ്തു. അന്ധകാര നിക്ഷിപ്തത സകലത്തിൻ്റെയും അടിസ്ഥാനം ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ആരംഭം മുതൽ അവസാനം വരെയുള്ള സകലതും അറിഞ്ഞും ബോധ്യപ്പെട്ടും ഒരു കാലത്തിൻ്റെ പൂർണ്ണജ്ഞാനവും പൂർണ്ണശേഷിയും പ്രാപ്യമാവാത്ത ഏതൊരു ജീവനും വിരുദ്ധോർജ നിബദ്ധമായ ഈ ഭൂമിയിൽ പ്രവർത്തിക്കുമ്പോൾ തെറ്റുപറ്റാവുന്നതാണ്. സൃഷ്ടിയാകുന്ന ജീവൻ അതിന് അനുഭവമാകുന്ന പ്രാപഞ്ചിക ഗുണവിശേഷങ്ങളിൽ എന്തിനെയെല്ലാം ഉൾക്കൊള്ളുന്നതിനും എന്തിനെയെല്ലാം തിരസ്കരിക്കുന്നതിനും നിയോഗിക്കപ്പെട്ടതാണ് എന്നതിനെ വിലയിരുത്തി അറിയാനാവുന്നതിൽ നിന്ന്
പ്രകൃതിയിൽ ഈ കാലത്തിന് ഒത്തുനിൽക്കുന്ന യോഗ്യതയെയും പ്രവൃത്തി മാർഗത്തെയും കണ്ടെത്താനും ആവുന്നു. പ്രാപഞ്ചികമായ സകലത്തിൻ്റെയും കാരണോർജം ആയിത്തീരേണ്ടുന്ന സൂക്ഷ്മശേഷി കൈവരിക്കലാണ് സൃഷ്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതുകൊണ്ട് ആ ലക്ഷ്യത്തിന് വിരുദ്ധമായി വരുന്ന ഏത് വിധ പ്രവർത്തനങ്ങളെയും തിന്മ എന്ന് വിളിക്കാനാവുന്ന അറിവിലേക്ക് ജീവൻ എത്തുകയും ചെയ്യുന്നു. കാരണബോധത്തിൻ്റെ ഔന്നത്യത്തിലൂടെ നന്മതിന്മകൾ എന്ന സൂക്ഷ്മ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ ആവുന്നതിലൂടെ അറിവാകുന്ന വെളിച്ചത്തിലേക്ക് കടക്കാനാവാതെ പിന്നോട്ട് നയിക്കുന്ന ഏതുവിധ പ്രവൃത്തിയും അനിവാര്യമായും തിരസ്കരിക്കപ്പെടേണ്ടതായി തീരുന്നു. പൂർണ്ണതയുടെ ഒരു ഘട്ടത്തിൽ എത്തി നിന്ന് പ്രവർത്തിച്ചതായി സങ്കൽപ്പിക്കപ്പെടുന്ന സത്യത്രാനന്റെ സ്വയം പൂർണ്ണത എന്ന ബോധ്യത്തിൽ വന്നുപെട്ട പ്രപഞ്ചകാരണശേഷിയെ മറന്ന അഹംഭാവം എന്നത് പരോക്ഷമായി അന്ധകാര സ്വാധീനമായ വിരുദ്ധോർജത്തെ സ്വീകരിക്കുന്ന പ്രവർത്തനം ആയിത്തീരുന്നു. ഭൂമിയിൽ ജീവസ്പന്ദനം ആരംഭിച്ചതിനു ശേഷം നിത്യേനയുള്ള പ്രവർത്തനങ്ങളിലും അറിവിലും അനുഭവങ്ങളിലുമൊക്കെയായി ജീവനിൽ അന്ധകാരവും സ്വാധീനമായി വന്നിരുന്നുവെന്നത് യാഥാർത്ഥ്യം മാത്രമാണ്. ഇപ്രകാരം മനുഷ്യന്റെ പ്രവർത്തനങ്ങളെയെല്ലാം വിശകലന വിധേയമാക്കിയാൽ പ്രകാശ സ്വാധീനമെന്നും അന്ധകാര സ്വാധീനമെന്നും വേർതിരിച്ച് പറയാവുന്ന നന്മകളും തിന്മകളും എന്നതായി മനസ്സിലാക്കാനാവുന്നു. മനു എന്ന ജീവന്റെ ആർജിതശേഷി ക്ഷീരപഥ കാരണശേഷിയെ പ്രാപിക്കാൻ തക്കവണ്ണം യോഗ്യത പ്രാപിച്ചിരിക്കുന്നതാകയാൽ ആ ജീവന്റെ യഥാർത്ഥമായ പ്രദക്ഷിണ സങ്കല്പം സംഭവിക്കുന്നത് ക്ഷീരപഥ കേന്ദ്രത്തിന് ചുറ്റുമായിട്ടാണ്. എന്ന് പറയുമ്പോൾ മനു എന്ന ജീവശേഷി ഭൂമിക്ക് കാരണമായ സങ്കല്പശേഷിയിൽ നിന്ന് വിട്ടകന്ന് സൂര്യൻ എന്ന പോലെ സ്വതന്ത്രമായി ക്ഷീരപഥ കേന്ദ്രത്തെ പ്രദക്ഷിണം വയ്ക്കുന്നതായാണ് സങ്കല്പിക്കാനാവുക. ഇവിടെ ക്ഷീരപഥത്തിനുള്ളിൽ സംഭവിക്കുന്ന ഭ്രമണതരമായ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചാൽ സ്വാഭാവികമായും ഉണരുന്ന സംശയം എന്നത് മനു എന്നല്ല, ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു സാധാരണ മനുഷ്യനും ഒരു അല്പമാത്ര ജീവനായ കീടം പോലും ഇപ്രകാരം ക്ഷീരപഥ കേന്ദ്രത്തെ പ്രദക്ഷിണം വയ്ക്കുന്നതായി സങ്കല്പിക്കാനാവുന്നു എന്നതാണ്. സൂര്യൻ ക്ഷീരപഥ കേന്ദ്രത്തെ പ്രദക്ഷിണം വയ്ക്കുന്നതിനാൽ സൂര്യനൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനും ചെറു ജീവനുകൾക്ക് പോലും ഒന്നും അറിയാതെയാണെങ്കിൽ പോലും ഭൂമിയിൽ ഇരുന്നുകൊണ്ട് സൂര്യനെ ചുറ്റി സഞ്ചരിക്കാതെ തരമില്ലാതാകുന്നുവെന്നും മനസ്സിലാക്കേണ്ടി വരുന്നു. എന്നാൽ സങ്കല്പതരമായ നിരവധിയായ മാനങ്ങളിൽ ഒന്നു മാത്രമാണ് മുൻപറഞ്ഞ വിധത്തിൽ ഉത്ഭവിക്കാവുന്ന ഒരു വിചാരഗതി എന്നതാണ് വാസ്തവം. ഒരു സാധാരണ ജീവൻ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് സൂര്യനെ ഭ്രമണം ചെയ്യുന്നത് വഴി ക്ഷീരപഥ കേന്ദ്രത്തെ ഭ്രമണം ചെയ്യുന്നു എന്നത് വാസ്തവമായിരിക്കെ തന്നെ അത് സൂര്യൻ ക്ഷീരപഥ കേന്ദ്രത്തെ ഭ്രമണം ചെയ്യുന്നത് പോലുള്ള പ്രക്രിയ ആവുന്നില്ലെന്നും കാണാവുന്നതാണ്. ഭൂമിയിലെ മനുഷ്യന് അനുഭവപ്പെടുന്ന അഥവാ അനുഭവിക്കാൻ നിർബന്ധിതമാകുന്ന അടിസ്ഥാന ഭ്രമണം എന്നത് ഭൂമിക്ക് ചുറ്റും തന്നെ ആണെന്നതാണ് യാഥാർത്ഥ്യം. സൗരമണ്ഡല പ്രാപ്തമായ ജീവനാകട്ടെ സൂര്യന്റെ സ്വയമായ ഭ്രമണത്തിനൊപ്പം സൂര്യന് ചുറ്റുമായി ഭ്രമിക്കുന്നുവെന്ന് സങ്കല്പിക്കാവുന്നതാണ്. സൂര്യൻ എന്ന ആ സ്വയം പ്രകാശിതാവസ്ഥ ക്ഷീരപഥ കേന്ദ്രത്തിന് ചുറ്റുമായി ഭ്രമണം നടത്തുന്നു എന്നതിൽ നിന്ന് ഭൂമി എന്ന അനുഭവം പ്രാപ്തമായ ജീവന്റെ മനുഷ്യാവസ്ഥയും സൂര്യൻ എന്ന അനുഭവപ്രാപ്തമായ ജീവന്റെ ദേവാവസ്ഥയും തമ്മിലുള്ള പ്രവർത്തനതരവും ശേഷീതരവുമായ അന്തരം ഗ്രഹിക്കാനാവുന്നു. ജീവനുകളുടെ ഭ്രമണതരമായ അവസ്ഥാന്തരം മുൻ പറഞ്ഞ പ്രകാരം ഉയർച്ച താഴ്ചകളോടെ കാണാനാവുന്നതിൽ നിന്ന് കേവലം ഭൂവാസിയാകുന്ന സാധാരണ മനുഷ്യന്റെ ആത്മശക്തി ഭൂമിക്കുള്ളതിന് തുല്യമല്ല, അതിലും താഴെയാണെന്നും സൗരമണ്ഡല പ്രാപ്തമായ ജീവന്റെ ദേവാവസ്ഥ എന്നത് സൂര്യന് തുല്യമല്ല, അതിലും താഴെയാണെന്നും മനസ്സിലാക്കേണ്ടി വരുന്നു. മനു എന്ന അവസ്ഥയാകട്ടെ സൂര്യമണ്ഡലം കടന്നു നിൽക്കുന്നതും
സ്വതന്ത്രമായി സൂര്യൻ അതിൻ്റെ ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും മറ്റ് പലതിനുമൊപ്പം ക്ഷീരപഥ കേന്ദ്രത്തെ ഭ്രമണം ചെയ്യുന്നതുപോലെ മനു എന്ന ജീവാവസ്ഥ ക്ഷീരപഥ കാരണ സങ്കല്പശേഷി എന്ന കേന്ദ്രത്തിന് ചുറ്റുമായി തനിക്ക് താഴെയായി വരുന്ന നിരവധിയായ ഗുരുക്കന്മാരും ഋഷിമാരും സന്യാസിമാരും ദേവന്മാരും ജ്ഞാനികളും സാധാരണ മനുഷ്യനും തുടങ്ങിയ ആത്മസംഘങ്ങളുടെ സംയുക്തതയുടെ വിവിധ തലങ്ങളുമായി ക്ഷീരപഥ കേന്ദ്രത്തെ അഥവാ കാരണമായിരിക്കുന്ന ബ്രഹ്മത്തെ നേരിട്ട് ഭ്രമിക്കാൻ പ്രാപ്തമായി നിൽക്കുന്ന ജീവശേഷിയുമാവുന്നു. ഇപ്രകാരം നമ്മുടേതുപോലുള്ള ഒരു സൗരയൂഥത്തിൻ്റെ പ്രവർത്തനത്തിന് കാരണമാകുന്ന ഒരു ആത്മശക്തി സംയുക്തത്തെ കടന്നു നിൽക്കുന്ന അവസ്ഥയാണ് മനു എന്ന പദവിയായി ജീവശേഷിയായി നിലകൊള്ളുന്നത്. മനു എന്ന ജീവാവസ്ഥ ദേവശേഷിയായ സൂര്യമണ്ഡല സങ്കല്പത്തിൽ ഒതുങ്ങാത്തതും സൂര്യമണ്ഡലം കടന്നു നിന്ന് പ്രവർത്തിക്കുന്നതിന് തക്കവിധം അറിവും ശേഷിയും ആർജിച്ചിരിക്കുന്നതും ആകയാൽ മനുവിൻ്റെ ഒരു ദിവസം എന്ന പ്രവർത്തന പൂർണ്ണത മനുഷ്യൻ്റെയോ സൗരമണ്ഡല പ്രാപ്തമായ ദേവൻ എന്ന അവസ്ഥയുടെയോ എത്ര ദിവസത്തിനോ വർഷത്തിനോ തുല്യമാകുന്നുവെന്ന് പറയാനും ബുദ്ധിമുട്ടാണ്. ജ്യോതിർഗോള ഭ്രമണ ഫലമായി സംഭവിക്കുന്ന ഇപ്രകാരമുള്ള ഒരു കണക്കിൻ്റെ നിജസ്ഥിതി ബോധ്യമാകണമെങ്കിൽ സൗരയൂഥം വിട്ടുനിൽക്കുന്ന ഈ ജീവൻ എവിടെ സ്ഥിതി ചെയ്യാനുള്ള യോഗ്യതയാണ് ആർജിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തി ആ മണ്ഡലം പൂർത്തിയാക്കുന്ന ഒരു ഭ്രമണം ഭൂമിയിലെ എത്ര ദിവസങ്ങൾക്കോ വർഷങ്ങൾക്കോ തുല്യമാണെന്ന് കണ്ട് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.